ഹിമാചൽ പ്രദേശിലെ പോണ്ട സാഹിബ് എന്ന ഈ സ്ഥലത്ത് നിന്ന് നിങ്ങളെ വന്ദനം ചൊല്ലുന്നു. ജീവിതത്തിൽ ആദ്യമായി ഹിമാചലിൽ കാലുകുത്താൻ കർത്താവ് അവസരം തന്നു. ഹരിദ്വാറിലെ നമ്മുടെ കർത്താവിൻ്റെ ദാസൻ, ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയ്ക്കകത്ത് കർത്താവിൻ്റെ ദാസനുമായിട്ട് ഒരുമിച്ച് ഇങ്ങനെ ഹരിദ്വാറിൽ നിന്ന് ഡെറാഡൂൺ വഴി ഈ യമുന നദി ക്രോസ് ചെയ്ത് പോണ്ടായിൽ ഈ ഹിമാചൽ പ്രദേശിലെത്താൻ കർത്താവ് അവസരങ്ങളെ തന്നു. എല്ലാ സ്റ്റേറ്റുകൾക്കും ഓരോ സ്റ്റേറ്റുകൾക്കും ഓരോ വ്യത്യസ്തതകളുണ്ട്. ആക്ച്വലി ഹിമാചൽ പ്രദേശിനെ കുറിച്ച് അറിഞ്ഞതുപോലെയൊന്നും അല്ല. ഹിമാചലിൽ വന്നപ്പോൾ ഇവിടുത്തെ കർത്താവിൻ്റെ അഭിഷിക്തൻ പറയുന്നത് കേട്ടപ്പോൾ ഒത്തിരി വ്യത്യസ്തതകൾ മനസ്സിലാക്കുവാനിടയായി തീർന്നു. എന്ന് ഈ ദേശമൊക്കെ കർത്താവിലേക്ക് വരും, ഈ ചോദ്യം ബാക്കി നിൽക്കുകയാണ്. കാരണം അതുപോലെ ജനം, അതുപോലെ പല കാസ്റ്റുകൾ, പല നിയമവ്യവസ്ഥതയിൽ, പല ആചാര അനുഷ്ഠാനങ്ങളിൽ ജീവിക്കുന്ന ജനതതി എന്ന് സത്യം തിരിച്ചറിയും, എന്ന് യേശുവിലേക്ക് വരും. പ്രാർത്ഥിക്കുകയല്ലാതെ വേറെ വഴിയില്ല. അതുപോലെ തന്നെ യേശുവിനെ പറയുവാൻ ഒരു ജനറേഷൻ എഴുന്നേറ്റേ പറ്റുകയുള്ളൂ. ഇവിടെയുള്ള അതാത് സ്ഥലങ്ങളിലുള്ള പ്രിയപ്പെട്ടവർ അഭിഷിക്തരായി പുതിയ ഡിസൈപ്പിൾസ്, പുതിയ ആർമി, ഒരു സൈന്യം പോലെ എഴുന്നേറ്റേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഹിമാചൽ പ്രദേശിൻ്റെ ഉണർവിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഹിമാചൽ, ഇതിന് തൊട്ടടുത്ത് കിടക്കുന്ന UP, ഉത്തരാഖണ്ഡ്, ഹരിയാന, പഞ്ചാബ്, ഓരോ സ്റ്റേറ്റുകളും പരിശുദ്ധാത്മാവ് തൊടുന്ന ദിവസങ്ങളിലേക്ക് എത്തുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു. ബൈബിൾ പറയുന്നു, എവറി നീ ഷാൽ ബൗ, എവറി ടങ് കൺഫസ് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ്. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവിൻ്റെ നാമം ഈ ഭൂമി മുഴുവൻ നിറയട്ടെ. 47-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ നമ്മുടെ കർത്താവ് ഈ ഭൂമിക്ക് മുഴുവൻ മഹാരാജാവാകുന്നു. അതെ, നമ്മുടെ കർത്താവിൻ്റെ നാമവും കർത്താവിൻ്റെ മഹത്വം കൊണ്ട് ഹിമാചൽ പ്രദേശ് നിറയട്ടെ. ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭ ദൈവത്തെ ആരാധിക്കുന്നു. നല്ല അനുഗ്രഹിക്കപ്പെട്ട അഭിഷിക്തൻ ഇവിടെ വേല ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സഭയിൽ ഉണർവുണ്ടാകേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങളെ ഹിമാചലിൽ നിന്നുകൊണ്ട് ബ്ലസ് ചെയ്യുന്നു. മേ ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.